സ്റ്റാർട്ട് നമുക്ക് ഇന്നലെ വന്നൊരു കേസ് കേട്ടോ. 14 Pro ടച്ച് വർക്ക് ചെയ്യാതെ പോകും. അപ്പോൾ റിപ്പയർ ചെയ്തു, ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തു. അതിന് ശേഷം എന്തില്ല, സിം കാർഡ് എടുക്കുന്നില്ല നോക്കുമ്പോൾ സ്റ്റാർ ആക്സിൽ IMEI ഉണ്ട്, മോണോക്രോമർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും സിം കാർഡ് എടുക്കുന്നില്ല. പാക്കിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മളതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ, അതായത് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ, ഒന്നാമതിന് ഇമ്പിഡൻസ് ഇല്ല, GR വാല്യൂ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ കമ്പയർ ചെയ്ത് വേറൊരു ബോർഡ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ബോർഡ്, ഇതിൻ്റെ ക്ലൗഡ് ബോർഡ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ് കണക്ഷനും കാര്യങ്ങളും. എന്താണ് ഡിറ്റക്ഷൻ്റെ കണക്ഷനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ലൈന് ഷോർട്ട് ചെയ്ത്, ഈ ഒരു ലൈൻ സിമ്മിൻ്റെ ഡിറ്റക്ഷൻ ലൈൻ. അപ്പോൾ ഈ ഒരു കണക്ഷൻ പോകുന്നത് നേരെ ഒരു റെസിസ്റ്ററിന് നേരെ ബേസ് ബാൻഡ് CPU. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ട്രബിൾ ഷൂട്ടിങ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നത് കറക്റ്റ്. ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാം. അതായത് ഓക്കെ, ഈ ഒരു ലൈൻ കേട്ടോ. ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുക, ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക, കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്റ്റിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് ഷോർട്ടാണോ ചെക്ക് ചെയ്യുക. നമുക്ക് വന്ന കേസാണ് ഞാൻ പറയുന്നത്, ഇത് ഷോർട്ടായിരുന്നു. അപ്പോൾ ഈ ബേസ് ബാൻഡ് CPU എന്ന് വരുന്ന ഈ ഒരു കണക്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, GR വാല്യൂ ചെക്ക് ചെയ്യുന്ന സമയത്ത് GR വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ബേസ് ബാൻഡ് CPU ഓക്കെ ആണ്. പ്രശ്നം ബേസ് ബാൻഡ് CPU-ലല്ല. ഈ ഒരു ലൈന്, ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെയുള്ള കണക്ഷനാണ് പ്രശ്നം, ഇത്ര ലൈന്. പക്ഷെ നമുക്ക് എങ്ങനെ ഇത് കൺഫേം ചെയ്യാൻ പറ്റുക, ഈ ഒരു സിംട്രയാണ്. സിംട്ര എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ ഈ കണക്ഷന് കട്ടാക്കുക, ഇവിടുന്ന് ഇതിൻ്റെ കണക്ഷൻ കട്ടാക്കുക. കാരണം ഓക്കെ, ഇത് സിംട്രേക്കാണല്ലോ കണക്ഷൻ പോകുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കട്ടാക്കിയതിന് ശേഷം ഡയറക്റ്റ് ഇവിടുന്ന് ഒരു ജമ്പർ എടുത്തിട്ട് ബേസ് ബാൻഡ് CPU എന്ന് വരുന്ന റെസിസ്റ്ററിൻ്റെ ഇങ്ങേപ്പുറത്ത്, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുക, ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇങ്ങേപ്പുറത്തുനിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഡയറക്റ്റ് സിംട്രേക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും, ഒരു ബൈപ്പാസിങ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വീണ്ടും എക്സാക്റ്റ് പ്രോബ്ലം എന്നില്ല നമ്മൾ കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷന് ലോവർ ബോർഡ് സ്വാപ്പ് ചെയ്യാൻ മാത്രമാണ് ഇൻറ്റേർണലി. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, എനിക്ക് പ്രോബ്ലം എക്സാക്റ്റ്ലി കൺഫേം ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിംട്ര റിമൂവ് ചെയ്യണം. സിംട്ര റിമൂവ് ചെയ്തതിന് ശേഷം GR വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം സിംട്രേ ഇറ്റ് സെൽഫ് ഷോർട്ടാണ്. ഇത് കാണിച്ചത് ഇതാണ് ഇതിൻ്റെ രണ്ട് സിംട്രേ വരുന്നത്. ഒന്ന് ക്ലൗഡിൻ്റെ റിമൂവ് ചെയ്തത്, ഒന്ന് ഒറിജിനൽ സിംട്രേ. ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ നോക്കിട്ടോ, കണ്ടോ, ഷോർട്ടാണ്. ഇതിൻ്റെ ഈ ഒരു കണക്ഷൻ കണ്ടോ, ഷോർട്ടല്ല, വാല്യൂ ഇല്ല, സോറി, കമ്മ്യൂണിക്കേഷൻ ഗ്രൗണ്ട് അല്ല, ഇത് ഷോർട്ടാണ്. ഇത് ഷോർട്ടാകാൻ കാരണം മേ ബി റീബോൾ ചെയ്യുന്ന സമയത്ത് ലെഡ് അകത്തേക്ക് പോയിട്ട് ഷോർട്ടായിട്ടുണ്ടാകും. ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷം തിരിച്ച് ഷോർട്ടും കാര്യങ്ങളും എവിടെ നോക്കിയിട്ട് റിമൂവ് ചെയ്തിട്ട് വീണ്ടും വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫിനിഷിങ് പാക്കിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണം വെച്ചാൽ റീപ്ലേസ് ചെയ്യണം. പുതിയൊരു സിംട്രേ ഇതിലേക്ക് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ആവും, സിം കാർഡ് ഡിറ്റക്ഷൻ ആവും, എല്ലാ കാര്യങ്ങളും വർക്കാവും. അപ്പോൾ എക്സാക്റ്റ് നമ്മൾ പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ട്, ഇത് ചിലപ്പോൾ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും, എന്നാലും എക്സാക്റ്റ് പ്രോബ്ലം ഫൈൻഡ് ചെയ്തിട്ട് ലോവർ ബോർഡ് സ്വാപ്പിംഗ് എന്നുള്ളൊരു സാധനം ഒഴിവാക്കാൻ പറ്റും. ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, ലോവർ ബോർഡ് മൊത്തത്തിൽ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഇൻ്റർപോസർ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്റ്റ് എവിടെ പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്താം. ഇപ്പോൾ ഇവിടുന്ന് വരുന്നൊരു കണക്ഷനാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംട്രേ റിമൂവ് ചെയ്യാം. ഇൻ കേസ് ഇതിനകത്തുള്ള ലൈനിൻ്റെ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ പോലും സിംട്രേ റിമൂവ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. അതായത് ഈ കണക്ഷൻ ഇവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം മാനുവലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ജമ്പർ പുറത്ത് കിട്ടാൽ മതി. ജമ്പർ വയർ പുറത്തേക്ക് ഇട്ടിട്ട് ഡയറക്റ്റ് സിംട്രയിൽ കൊടുത്താൽ മതി. ഇൻ കേസ് ഈ ഒരു ബോർഡിൻ്റെ അകത്തെ ഷോർട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഷോർട്ട് ഭാഗം എന്ത് ചെയ്യുക, ഇവിടെ സ്ക്രാച്ച് ചെയ്തിട്ട് മാനുവലായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മാനുവലി ഒരു ജമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് ഈ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ വർക്കാവും. പക്ഷേ നമുക്ക് വന്ന കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സിംട്രേ ഇറ്റ് സെൽഫ് ഷോർട്ടാണ്.
സിം ട്രേ ഷോർട്ടാണ്. അപ്പോൾ സിം ട്രേ ഷോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിം ട്രേ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീൽഡ് റിമൂവ് ചെയ്തതിന് ശേഷം എവിടെയാണ് ആ ഷോർട്ട് എന്ന് കണ്ടെത്തിയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിം ട്രേ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നല്ല, അല്ലെങ്കിൽ വേറെ ബോർഡിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഉപകാരപ്രദമായ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. എനിക്കത് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഇട്ടിട്ടില്ല. അപ്പോൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ടിപ്സ് അതേമാതിരി സൊല്യൂഷന് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഓർക്ക് തരാനുള്ളൊരു അഡ്വൈസാണ്. നിങ്ങളിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അതായത് ടിപ്സ് തരാം, നിങ്ങൾക്ക് എന്താ പറയുക സൊല്യൂഷൻ തരാം. സൊല്യൂഷൻ ഓരോ സൊല്യൂഷൻ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സൊല്യൂഷനാണ്. കാരണം കസ്റ്റമർ പ്രോബ്ലം ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളതിൻ്റെ സൊല്യൂഷന് ഒരിക്കലും എന്ത് ചെയ്ത് സൊല്യൂഷൻ ചോദിച്ചു പോയല്ലേ, സൊല്യൂഷൻ ടിപ്സ് ചോദിക്കരുത്. കാരണം ഒരു പ്രോബ്ലം തന്നെ ഒരുപാട് റീസൺ കൊണ്ട് വരാൻ പറ്റും. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയ റീസൺ ആയിരിക്കില്ല നിങ്ങളുടെ എക്സാക്റ്റ് പ്രോബ്ലം ഉണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു സൊല്യൂഷനാവാൻ ശ്രമിക്കുക. ഒരിക്കലും സൊല്യൂഷൻ്റെയും ടിപ്സിൻ്റെയും പിന്നാലെ പോരുത്. നിങ്ങളെ ഇങ്ങനത്തെ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരുപാട് വ്യക്തികൾ സൊല്യൂഷൻ തരാം, ടിപ്സ് തരാറുണ്ട്, കുറേ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക, സ്വയം ടിപ്പായി മാറുക, സ്വയം സൊല്യൂഷനായി മാറാൻ ശ്രമിക്കുക, ട്രബിൾ ഷൂട്ടിങ് പഠിക്കുക. അതാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്.